ലഹരി മാഫിയയ്ക്ക് മുൻപിൽ കേരളം മുട്ടുമടക്കില്ലെന്ന് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കാനിറങ്ങിയ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്നും ലഹരി മാഫിയയ്ക്ക് മുൻപിൽ കേരളം മുട്ടുമടക്കില്ലെന്നും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് വരുന്ന ആയിരക്കണക്കിന് ഫോൺ കോളുകൾ, എനിക്ക് വരുന്ന മെയിലുകൾ, കത്തുകൾ, അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ അമ്മമാർ എത്രമാത്രം കേരളത്തിൽ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലരും പേര് വെക്കുന്നില്ല, പേര് വെക്കാതെയാണ് പലരും എഴുതുന്നത്. പലരും ഫോൺ നമ്പർ മാത്രം തരുന്നു. ആ ഫോൺ നമ്പർ ഞാൻ പോലീസിന് കൈമാറുന്നു. അത് അന്വേഷിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഒരു മഹാദൗത്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരം ഏറ്റെടുത്തിരിക്കുകയാണ്. നജീബ് എന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ തുടങ്ങിയ സമയം മുതൽ എന്നോട് പറയും, പെരിന്തൽമണ്ണ ആയിരിക്കും നമ്പർ 1 ഓപ്പറേഷൻ തൂഫാൻ എന്ന കാര്യത്തിൽ. അദ്ദേഹം ഈ നിയമസഭയിലെ പ്രസംഗത്തിലും പുറത്തും ഓപ്പറേഷൻ തൂഫാൻ വേണ്ടി നൽകുന്ന പിന്തുണയ്ക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അറിയിച്ചുകൊണ്ടും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ ഉറവിടവും ലഹരി വ്യാപനത്തിന്റെ വഴികളും കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ അതിശക്തമായ ലഹരിവേട്ടയ്ക്ക് കേരളം നേതൃത്വം നൽകും. കേരളത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്താൻ ലഹരി മാഫിയ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ ദൗത്യത്തിൽ നിന്ന് പിറകോട്ടു പോകില്ല. ഒരു മാഫിയയ്ക്ക് മുൻപിലും കേരളം മുട്ടുമടക്കില്ല. കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യം തന്നെ ചർച്ച ചെയ്യുകയാണ്. 45 ദിവസം കൊണ്ട് ഇത്ര വലിയ ജനകീയ മുന്നേറ്റമായി മാറിയ മറ്റൊരു പദ്ധതിയും മുൻപ് കണ്ടിട്ടില്ല. ജനങ്ങളുടെ പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകാൻ കരുത്തു പകരുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന ലഹരി മാഫിയയുടെ വേരറക്കുന്നതുവരെ കേരള പോലീസിന് വിശ്രമമില്ല. കേരളത്തെ മറ്റൊരു കൊളംബിയയാക്കി മാറ്റാൻ ആരെയും അനുവദിക്കില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബായിരുന്നു. എന്നാൽ പഞ്ചാബിനെ പിന്തള്ളി കേരളം ഇക്കാര്യത്തിൽ മുൻപോട്ട് വന്നു. ലഹരി വിപത്തിനെതിരെ കേരള ജനത ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നതോടെ ലഹരിക്കെതിരെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ലഹരി മാഫിയയെ മുമ്പൊക്കെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. ലഹരി മാഫിയ ഇപ്പോൾ ജനങ്ങളെ ഭയപ്പെടുകയാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. സജീവമാക്കി നിങ്ങൾ നടത്തിയ ഫ്ലാഷ് മോബുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളെ മുഴുവനും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുപമമായ ഒരു റീൽസ് മത്സരം നമ്മൾ നടത്തുകയുണ്ടായി. ആ റീൽസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്. ഇത് കഴിഞ്ഞു നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തി, കൊളാഷ് മത്സരങ്ങൾ നടത്തി, ചിത്രരചനകൾ നടത്തി, കുട്ടികളുടെ കൈയൊപ്പ്, ഒരുപാട് ഒപ്പ് ശേഖരണങ്ങൾ നടത്തി, എല്ലാം നടത്തി. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ ഷിഫ കൺവെൻഷൻ സെന്റർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം ഒരു തൂഫാൻ മീറ്റിനല്ല, ഒരു വർഷത്തെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് ഉദ്ഘാടനമാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും 2300 വിദ്യാർത്ഥി വളണ്ടിയർമാരെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതായി നജീബ് കാന്തപുരം MLA പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നദീം നഫ്രാൻ കോങ്ങത്ത്, മുഹമ്മദ് റാഫി, അഷ്റഫ് മുന്ന, അസ്ഹർ, മാനുപ്പ കുറ്റീരി, ഷബീർ അലി, PK അബ്ദുൾ അസീസ്, അഹമ്മദ് പുളിക്കൽ എന്നിവർക്ക് തൂഫാൻ അംബാസഡർ ബാഡ്ജ് ആഭ്യന്തരമന്ത്രി കൈമാറി. ചടങ്ങിൽ VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, നഗരസഭാ അധ്യക്ഷ സുരയ്യ ഫാറൂഖ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, MP മുഹമ്മദ് ഫസൽ, V ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, AK നാസർ, അഡ്വക്കേറ്റ് AK മുസ്തഫ, അഡ്വക്കേറ്റ് S അബ്ദുസലാം, ഹുസൈൻ കളപ്പാടൻ, ആയിഷ മേക്കോട്ടിൽ, സുലൈഖ കരിമ്പന, സുധ ഷഹീനമോൾ, റംസീന മുജിബ്, C സുകുമാരൻ, സാജിദ, CK ഹാരിസ്, കുഞ്ഞുമൊയ്തീൻ, ചമയം ബാപ്പു,
ഫൗസിയ പെരുമ്പള്ളി, ഷാലിമാർ ഷൗക്കത്ത്, ഡോക്ടർ പി ഉണ്ണീൻ, ബഷീർ നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.